കേട്ടോ മോനെ, ഇവളെ ഒടിക്കൊച്ചായിട്ട് ഇവിടെ ഓടിച്ചാടി നടക്കും പോലെ എനിക്കറിയാം. പഠിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാ ഞാനും ഭാമയും കൂടെ ഇവളുടെ പഠിത്തകാര്യത്തിൽ സഹായിക്കാന്നങ്ങ് വിചാരിച്ചതേ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാ ഒരു സഹായവും ചെയ്യത്തില്ലാന്നേ ഭാമ അന്നേ പറഞ്ഞതാ. അതായിരിക്കും ഭാമ അങ്ങനെ പറഞ്ഞോണ്ടായിരിക്കും ഒറ്റ ക്ലാസ്സിൽ അവള് തോറ്റിട്ടില്ല. ഒന്നാമതായി നല്ല വിജയത്തോടെ അവള് പാസ്സാവുകയും ചെയ്തു. എന്തായാലും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ നീ. അതുകൊണ്ട് നിനക്ക് ചേർന്നൊരാളെ തന്നെ കിട്ടിയല്ലോ. ഇപ്പൊ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് ഇവളിലൂടെയാ. എന്നെ പോലെ തന്നെ ഇവളെയും പഠിപ്പിച്ച് വലിയൊരു ഡോക്ടർ ആക്കണമെന്നാ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതും എന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. ആഹാ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ? കുറച്ചുനേരമായോ വന്നിട്ട്? ഇല്ല, വന്നതേ ഉള്ളൂ. വാവേ, എന്താ വാവയുടെ പേര്? ഓ, എന്താ അവളുടെ പേര്? എന്താ ഇവൾക്ക് പേരിട്ടില്ലേ? ചടങ്ങൊക്കെ നടത്തി, പക്ഷേ പേര് സത്യാമ്മ തന്നെ ഇടണമെന്ന് ഇവക്കൊരാഗ്രഹം. സത്യാമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരിടാം. ഓ ഓ ഓ മെല്ലെ മെല്ലെ, വേണ്ട വേണ്ട വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടമുള്ളതും ജീവിതത്തിൽ വിജയം നേടിയതുമായ ഒരു പേര് തന്നെ ഇടാം. അയ്യോ, അതെ, പേരുള്ള ചടങ്ങല്ലേ, എന്നാ പിന്നെ അതിന്റെ രീതിയിൽ നടത്താം. ശരിയെന്ന് ഞാനിത് പോരെ, പെട്ടെന്ന് എടുത്തോടാ. നിങ്ങളിരിക്കേ. ഓ, എന്നാ പിന്നെ നിങ്ങൾ ജ്യൂസ് കുടിക്കേ, അപ്പോഴേക്കും വിഷ്ണു വരും. എനിക്ക് വേണ്ടേ, കൊണ്ടു. അമ്മ പറ്റില്ല, ഈ ഒരു ചടങ്ങിന് ഇത് അത്യാവശ്യം. നീയേ ഇടത് ചെവയിൽ വെറ്റില വെച്ചേ വലത് ചെവയിൽ പേര് വിളിച്ചോ. 3 പ്രാവശ്യം വിളിക്കണം കേട്ടോ. ശരി. ശാലിനി. ശാലിനി, ശാലിനി.